സെക്യൂരിറ്റി നമുക്കറിയാലോ. ഞാനൊരു ഒരു 1.5 വർഷം മുമ്പ് എന്റെ കാലിന് ഫ്രാക്ചർ ആയിട്ട് ഞാൻ 2 മാസം വീട്ടിൽ കിടന്നിട്ടുണ്ടായി. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അല്ലെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സമയത്ത് ഭാര്യനെ വിളിച്ച്, അച്ഛനെ വിളിച്ച്, അമ്മേനെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു എന്തുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്ത് നോക്ക്, ഈ ആഴ്ച വരുന്ന വരുമാനം നോക്ക്. ആ സമയത്ത് എനിക്ക് 2 ദിവസത്തിന് ശേഷം പയ്യന്നൂരിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ടായി. ആ പയ്യന്നൂരിൽ എനിക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് 2000 രൂപ ലാഭം. എനിക്ക് അതിനുശേഷം എനിക്ക് കർണാടകത്തിൽ പ്രോഗ്രാം ഉണ്ടായി, പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് 5000 ലാഭം. 2 മാസം വീട്ടിൽ കൊടുത്ത സമയം അത്രയും ലാഭമുള്ള ഒരു ബിസിനസ് എന്റെ ഫാമിലി, എന്റെ ഭാര്യ എന്നെ കെട്ടിപ്പിടിച്ച് കരിയാ ചെയ്ത് അവിടെ. എന്റെ അച്ഛനും അമ്മയും ആരും ഞാൻ ആ സമയത്ത് സ്നേഹമില്ലാത്തവ ഇതിനു വേണ്ടി നിങ്ങൾ ഇതാക്കുന്ന, എന്തിനാ ഇത് കളിക്കുന്നത്, നിങ്ങൾക്ക് എന്താ അങ്ങനെ പറഞ്ഞ ഫാമിലിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ആ ബിസിനസ് ചെയ്തതെന്നുള്ള ആ തിരിച്ചറിവുണ്ട്. ആ സമയത്ത് അവർ കാണിച്ച സ്നേഹം, അവർ കാണിച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു വികാരം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ എല്ലാവരും തന്നെ ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങളെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളായി മാറേണ്ടതാണ്. പക്ഷെ ഒരു പ്രോഗ്രാം എന്ന് എനിക്ക് മനസ്സിലായി ഇത് 100% ബിസിനസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ അറിയാലോ 40 മുതൽ 60% വരെ തുക ഇടത്തട്ടുകാർക്ക്, പരസ്യക്കാർക്ക് കൊടുക്കുന്നത്. ആ എമൗണ്ട് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന 100% 1 രൂപ നഷ്ടമില്ലാതെ പ്യുവർ ബിസിനസ് ആണെന്ന് മനസ്സിലായി. എല്ലാവരും ചെയ്യേണ്ട ബിസിനസ്, ഒരാളൊഴികെ ചെയ്യേണ്ട ഒരു ബിസിനസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രചരിപ്പിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിന് ടീം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും കളിയാക്കി ചെയ്ത്, എല്ലാവരും എതിർക്കുക ചെയ്തത്. എന്നോട് എന്റെ ലീഡർ പറഞ്ഞ ഒറ്റ കാര്യം, സാർ ഇതൊന്ന് പഠിക്കുക, നമുക്ക് ആഴ്ചക്ക് പ്രോഗ്രാം, സാർ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് കാര്യങ്ങളൊന്ന് പഠിക്കുക. 5 വർഷം സാർ ഇത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ 100% സക്സസ് ആവാന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് അങ്ങനെ ഒരു പ്രോഗ്രാം ചോദിച്ച 3 ചോദ്യം എന്റെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കിയത്. ഒന്നാമത്തെ ചോദ്യം, സാർ ഇത്ര നാളും കഷ്ടപ്പെട്ട് എത്ര സേവിങ്സ് ഉണ്ട്? 12 വർഷമായിട്ട് രാവിലെ 7 മണി മുതൽ രാത്രി വരെ വർക്ക് ചെയ്ത് എന്നോട് എത്ര സേവിങ്സ് ഉണ്ടെന്ന് ചോദിച്ച സമയത്ത് സേവിങ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായി എന്നുള്ളത് എത്രയല്ല എന്നുള്ളത്. അവർ പറഞ്ഞ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ഇത്രയുള്ളത്, ഇനി നിങ്ങൾ ആരോഗ്യം കുറയല്ലേ ചെയ്യുക, ചെലവ് കൂടുകയല്ലേ ചെയ്യുക, പ്രവർത്തിച്ചാൽ എന്താ അവസ്ഥ? എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി ഒന്നാമത് ചോദ്യം. രണ്ടാമത് നമ്മളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് പറയുന്ന സമയത്ത് എല്ലാവരും എതിർത്ത്, എല്ലാവരും കളിയാക്കി കൊണ്ടിട്ടുണ്ട്. കുറെ വന്നിട്ടുണ്ടായി, കുറെ പോയിട്ടുണ്ടായി, കുറെ മണി എക്സ്ചേഞ്ച് സ്കീമുകളെല്ലാം ഉള്ളത് കൊണ്ട് ആരും അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതാ, സാറിന്റെ ചുറ്റുവട്ടത്തുള്ള എത്ര പേർക്കുണ്ട് ഒരു മാസം എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 10,000 രൂപ മാറ്റി വെക്കാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? അവർ പറഞ്ഞ കാര്യം, ഒരു മാസം ഒരു 10,000 രൂപ മാറ്റി വെച്ചാൽ പോലും 1 കൊല്ലം കൊണ്ട് 1,20,000 ഉണ്ടാക്കാൻ പറ്റും. ഒരു 30 വർഷം വർക്ക് ചെയ്താൽ 10,000 രൂപ മാറ്റി വെച്ചപ്പോൾ 36 ലക്ഷം രൂപയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. എന്തുകൊണ്ട് നമ്മൾ ലൈഫിൽ സക്സസ് ആകുന്നില്ല? സാറിന്റെ ആഗ്രഹങ്ങൾ എഴുത്. എന്തൊക്കെയാണ് സാറിന് വേണ്ടത്? എനിക്കൊരു വീട് വേണം, എത്ര വേണ്ടി വരും? ഒരു കാറ് വേണം എഴുത്. കുട്ടികളെ പഠിപ്പിക്കണം എഴുത്. അച്ഛമ്മ ഹോസ്പിറ്റൽ കേസ് എഴുത്. സാറിന്റെ ആഗ്രഹങ്ങൾ എഴുത്. സാർ ഇന്ന് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് എത്രയാ സാർ, അത് എഴുത്. സാറിന്റെ ആയുസ് വെച്ച് കുറിച്ചോ. 36-ാമത്തെ വയസ്സിലായി പ്ലാൻ കേൾക്കുന്നത്. ഏറ്റവും വലിയ ലാഭം എടുത്തിട്ട് 30 വർഷം നിങ്ങൾ വർക്ക് ചെയ്താൽ 66-ാമത്തെ വയസ്സ് വരെ പ്രവർത്തിച്ചാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം അത് മതിയാകുമോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ദൈവത്തിന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, അല്ലെ? നമ്മളുടെ വിശ്വാസമുള്ള ആൾക്കാരാണല്ലോ അല്ലെ? ഇപ്പൊ ഞാനിവിടെ കർണാടക ഗോണിക്കൊപ്പയുള്ളത്. എനിക്ക് ബാംഗ്ലൂർ പോകണം. ഞാനിവിടെ മൈസൂർ ബസ് കയറി ഇരുന്നിട്ട് എത്ര പ്രാർത്ഥിച്ചാലും ബാംഗ്ലൂർ എത്തുമോ? പല ആൾക്കാർ അവസ്ഥ ഏതാണ്? നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നിന്ന് ഒരിക്കലും സക്സസ് ആകില്ല. പക്ഷെ പല ആൾക്കാർക്ക് തിരിച്ചറിവുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവർ ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ തിരിച്ചറിവുണ്ടായി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ തിങ്കളാഴ്ച അമ്പലത്തിൽ പോകുന്ന ആളാണ് ഞാൻ ഒരു 10-25 വർഷമായിട്ട്. അപ്പൊ ദൈവം കാണിച്ചു തന്നൊരു അവസരം എന്നുള്ള തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്റ്റാർട്ടിങ് സമയത്ത് എനിക്കുള്ളൊരു കൺഫ്യൂഷൻ, ലക്ഷങ്ങൾ ഉണ്ടാക്കണേ കുറെ ആൾക്കാർ വേണ്ടേ, ടീം വലുതാവണ്ടേ, കുറെ ആൾക്കാർ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ, 3-ാമത്തെ ചോദ്യം, മൾട്ടിപ്ലിക്കേഷന്റെ പവർ. അവർ പറഞ്ഞത് എല്ലാ വീട്ടിലും കല്യാണം, ഹൗസ് വാമിങ്ങിലുള്ള സമയത്ത് എങ്ങനെ പോലും 500+ ആൾക്കാർ വിളിക്കുന്നുണ്ടാവും. ആ സമയത്തുള്ള ഉൽപ്പന്നങ്ങൾ പോലും പല വീട്ടിലേക്കും വേണ്ടുന്നതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? എല്ലാ വീട്ടിലും വേണ്ടുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങളുണ്ട്. അവർ പറഞ്ഞത്, ഒരു മാസം ഒരു കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഇത് പഠിക്കാൻ തയ്യാറാവോ? ആ മൾട്ടിപ്ലിക്കേഷന്റെ ജീവിതം മാറ്റിമറിച്ച് ഒരു മാസം ഒരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കൊടുത്താൽ പോലും 1 കൊല്ലം കൊണ്ട് 12 ആൾക്കാർ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ? പേസ്റ്റ് സൂപ്പർ അല്ലേ? ടോയ്ലറ്റ് ക്ലീനർ സൂപ്പർ അല്ലേ? നമ്മുടെ പ്രൊഡക്ഷനിലെ സൂപ്പർ അല്ലേ? എല്ലാം അറിയാലോ. ഓക്കെ അല്ലേ? അവർ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷന്റെ കണക്ക്. അന്ന് ഞാൻ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളിലുള്ള വിശ്വാസം, 2 ഫ്രാഞ്ചൈസി മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി. ഒരു മാസം ഒരു ഉൽപ്പന്നങ്ങൾ ഒരാൾക്ക് കൊടുത്താൽ പോലും 1 കൊല്ലം കൊണ്ട് 12 ആൾക്കാർ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. 2-ാമത്തെ കൊല്ലം 12 ആൾക്കാർ. നിങ്ങൾ സിമ്പിളായിട്ട് വേസ്റ്റ് കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. 2-ാമത്തെ കൊല്ലം ഈ 12 ആളും ഒരാളെ വെച്ച് ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ പോലും 2 കൊല്ലം കഴിയുമ്പോൾ തന്നെ 144 100-ന് മുകളിൽ ആൾക്കാർ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. 3-ാമത്തെ വർഷം
അതേ രീതിയിൽ 100 പേര് ഒരു മാസം ഒരു കസ്റ്റമർ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ആയാൽ പോലും അത് 1000-ന് മുകളിൽ കസ്റ്റമർ ഉണ്ടാവുന്നു. 4-മത്തെ വർഷം അത് 10,000-ന് മുകളിലും. 5 വർഷം കൊണ്ട് ഒരു മാസം ഒരു കസ്റ്റമർ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ആയാൽ പോലും 5 വർഷം കൊണ്ട് 1,00,000 കസ്റ്റമർ ഉണ്ടാവുന്നു. 1,00,000 കസ്റ്റമർ ഒരു 100 രൂപന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവർ വീട്ടിലേക്ക് ഉപയോഗിച്ചാൽ 1 കോടി മോൾ സെയിൽ നടക്കുന്നു. അതിന്റെ പകുതി വന്നാൽ പോലും 2,10,000 കിട്ടുന്ന കേട്ട സമയത്ത് ആ ഒരു വലിയൊരു പ്രോഗ്രാം വന്ന് എല്ലാം പൂട്ടി. 2 വണ്ടിയും 5 പണിക്കാരെയും പൂട്ടി 10 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി ഈ ബിസിനസ്സിൽ വന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ. ഒന്നാമത് ഞാൻ സോപ്പും പേസ്റ്റ് വെക്കുന്ന ആൾക്കാര്, ഇത്രയും നല്ല ഇതിൽ നിൽക്കുന്ന ആൾക്കാര്, അങ്ങനെയുള്ള ഞാൻ ആ ഒരു പ്രോഗ്രാം ശക്തമായൊരു തീരുമാനം എടുത്തു. വീട്ടിൽ കയറാൻ പറ്റുമോ? അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വരുന്ന സമയത്ത് ഉള്ള അവസ്ഥ, ഞാൻ പറഞ്ഞ ദിവസം വീട്ടിൽ വന്ന് വൈഫിനോട് പറഞ്ഞ്, അച്ഛനോട് പറഞ്ഞ്, അമ്മയോട് പറഞ്ഞ്, ഇത് ചെറിയ കളിയല്ല, ഉൽപ്പന്നങ്ങൾ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന ഇഷ്ടമാണ്, ചെറിയൊരു വരുമാനം വരുന്നവർ കാണുന്നുണ്ട്, അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ശക്തമായൊരു തീരുമാനം എടുത്തു. അച്ഛൻ, അമ്മ, ഭാര്യ വീട്ടുകാര്, അതുപോലെ നാട്ടുകാർ, ഫ്രണ്ട്സ്, ഫാമിലി എല്ലാരും വന്നിട്ട് ഭയങ്കരമായിട്ട് അല്ലെ, എന്താ അല്ലെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയാം സിറ്റുവേഷൻ, നിങ്ങൾക്ക് അറിയാം. ഇവിടെ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഈ ബിസിനസിന്റെ പ്രത്യേകത കൊണ്ട് എന്നോട് ലീഡർമാർ പറഞ്ഞ്, ലക്ഷങ്ങൾ മുടക്കിയാൽ 1000 കിട്ടുന്ന ബുദ്ധിയുള്ളാക്ക് മനസ്സിലാവും. സോപ്പും പേസ്റ്റും വിറ്റാല് ആഴ്ചക്ക് 2,10,000 കിട്ടുന്ന ബുദ്ധിയുള്ളാക്ക് മനസ്സിലാവില്ല. എന്റെ അച്ഛന് ബുദ്ധിയുണ്ട്, അമ്മക്ക് ബുദ്ധിയുണ്ട്, ഭാര്യക്ക് ബുദ്ധിയുണ്ട്, ഭാര്യ വീട്ടുകാർക്ക് ബുദ്ധിയുണ്ട്. ഇത് സ്വാഭാവികം മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് എനിക്കറിയാം എന്തൊക്കെയാണ് ലൈഫിൽ ആ മേഖലയിൽ പോയുള്ള അവസ്ഥ, ആരോഗ്യ പ്രശ്നവും ബാക്കി കാര്യങ്ങൾ അറിയാം. അങ്ങനെ ശക്തമായൊരു തീരുമാനം എടുത്ത ഒരാളാണ്. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ടീമിനെ ബിൽഡ് ചെയ്യാനേ പറ്റിയില്ല. ഓരോ വ്യക്തികളോട് ഈ ബിസിനസ് സ്ട്രോങ് ആയിട്ട് കൂട്ടി വന്നതാ. മാർക്കറ്റിൽ നിന്ന് ഒരു പൈസ വാങ്ങിയില്ല, അത് കൊടുത്ത് മൊത്തം നഷ്ടമാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് ഈ ഒരു 3 ചോദ്യം ഇതുമായിട്ട് പറഞ്ഞ സമയത്ത് എല്ലാവരും നെഗറ്റീവ് പറയും. നാട്ടിൽ സ്റ്റാർട്ടിങ് എനിക്ക് ടീം ഉണ്ടായില്ല. നോ നെക്സ്റ്റ്, ആ രീതിയിൽ ആ 3 ചോദ്യം എന്റെ ജീവിതത്തിൽ അത്ര വലിയ മാറ്റം ഉണ്ടാക്കി. അങ്ങനെ ഓരോ ആൾക്കാരും നോ പറയുന്ന സമയത്ത് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി. എനിക്ക് ആദ്യമായിട്ട് ആ സമയത്ത് ടീം ഉണ്ടായിട്ടുള്ളത് പയ്യന്നൂർ ഭാഗത്താണ്. എനിക്ക് ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന ഒരാൾ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ 8 നമ്പർ ബ്ലോക്ക് ആക്കിയ വ്യക്തിയാണ്. ഞാൻ 8 നമ്പർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. പലതവണ രാവിലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. രാവിലെ ഇറങ്ങി വീട്ടിലേക്ക് പോകും, അദ്ദേഹത്തിനെ വിളിച്ച് എണീപ്പിച്ച് എല്ലാം ചെയ്ത് അങ്ങനെ പ്രോഗ്രാമിലേക്ക് കൂട്ടിക്കൊണ്ടായി. എന്നാൽ പിന്നെയും ഫോൺ എടുക്കൂല. അങ്ങനെ ഒരു 8 നമ്പർ ബ്ലോക്ക് ആക്കി അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇടപെട്ട് ആ ഭാഗത്ത് സ്റ്റാർട്ടിങ് സമയത്ത് പയ്യന്നൂര്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഭാഗത്താണ് ടീം ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഓരോ പോക്കിനും, ഞാനന്ന് ബൂട്ടി 0 എന്ന് തുടങ്ങി ഓരോ പോക്കിനും എനിക്ക് 1,000-1,500 രൂപ ചിലവ്. അവിടെ പയ്യന്നൂർ ഇവിടുത്തെ ഒരു 60 കിലോമീറ്ററിന് അടുത്തുണ്ട്. അവിടെ പോയിട്ട് ആ സമയത്ത് ആ സമയത്ത് ടീം ഉണ്ടാക്കിയത്. അതേപോലെ അടുത്ത് എനിക്ക് നല്ലൊരു കണക്ഷൻ കിട്ടിയത് കർണാടകത്തിലേക്കാണ്, ഗോണിക്കുപ്പയിലേക്കാണ്. നിങ്ങൾക്ക് അറിയാലോ, ഗോണിക്കുപ്പ കർണാടകത്തിലേക്ക് പോകണമെങ്കിൽ എങ്ങനെ പോയാലും 3,000, 4,000, 5,000 ഒരു വിധത്തിന് ഇവിടെ വന്ന് പറയാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാലോ. അങ്ങനെ പയ്യന്നൂര്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഒരു ഭാഗത്ത്, അതുപോലെ അടുത്തത് ഗോണിക്കുപ്പ, അമ്മത്തി, സിദ്ധാപുരം ഈ ഭാഗത്ത് 2 ഭാഗത്ത് ടീം ഉണ്ടാക്കി ബിസിനസ് ചെയ്തതാണ്. സ്റ്റാർട്ടിങ് സമയത്ത് നമുക്കറിയാലോ, എല്ലാം പൂട്ടിയ ഒരവസ്ഥ അല്ലെ. കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കും, കിട്ടാനുള്ളതെന്ന് കിട്ടുന്നുണ്ടാവില്ല. എന്നാൽ പോലും ഈ ബിസിനസ്സിന് പ്രൊഡക്റ്റ് ക്വാളിറ്റി സൂപ്പറാണ്. 2 ഫ്രാഞ്ചൈസിയെ വേണ്ടിയും നമ്മളെക്കാട്ടും എത്രയോ കഴിവില്ലാത്ത ആൾക്കാർ ഈ ബിസിനസ് നല്ല രീതിയിൽ വരുമാനം വാങ്ങുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ശക്തമായിട്ട് തീരുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവവിശ്വാസിയാണ്. ഇത് അത്രയും മഹത്തായ ബിസിനസ്സാണ്. ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് കുറെ പരീക്ഷണം ഉണ്ടാവും എനിക്ക് സ്വാഭാവികമായിട്ട് അറിയാം. കുറെ കാര്യങ്ങളുണ്ട്. 8 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. അത്രയൊന്നും ഇവിടെ പറയാൻ സമയമില്ല നമുക്ക്. എന്നാൽ പോലും ചെറിയ കുറച്ച് 1-2 എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് അനുഭവത്തിന്റെ വിളിച്ചതിന് വന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് പ്രയോറിറ്റി ബിസിനസ്സിന്. ആ സമയത്ത് എന്റെ ഫ്രണ്ട്സുമാർ, എന്റെ ഫാമിലി ചോദിക്കും, നിങ്ങൾ അല്ലടോ നീ എന്റെ ഭാര്യനെയും കുട്ടീനെയും 95 ഡയബാലൈഫ് എന്നാണ് വിളിക്കണമെന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു പ്രയോറിറ്റിയോട് ലോട്ടറി അടിച്ച മനോഭാവത്തോടു കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു മാസം ഒരു കസ്റ്റമർ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ആയ പോലും 5 വർഷം കൊണ്ട് 2,10,000 കിട്ടും. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ലോട്ടറി അടിച്ച മനോഭാവത്തോടു കൂടി ബിസിനസ്സിൽ ഇറങ്ങിയ ആളാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ബിസിനസ്സിന്. ആ സമയത്ത് നമുക്കറിയാം, ആ സമയത്ത് 2-3 പരീക്ഷണങ്ങൾ പറയാം. ഒന്ന്, ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് സീരിയസ് ആയി ചെയ്യുന്ന സമയത്ത് അത് വലിയ വരുമാനം കിട്ടിക്കൊണ്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ദിവസം ആദ്യത്തെ ബിസിനസ്സിൽ ഒരു ദിവസം ഒരു 40,000 മുതൽ 1,00,000 രൂപ വരെ റൊട്ടേഷൻ ചെയ്യുന്ന ഒരു ബിസിനസ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ഈ സമയത്ത് ഈ ബിസിനസ്സിലേക്ക് മാറുന്ന സമയത്ത് സ്റ്റാർട്ടിങ് കിട്ടുന്ന വരുമാനം ഫാമിലിയിലേക്ക് അറിയാലോ, നമുക്ക് ആ വലിയ രീതിയിൽ അവർ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുണ്ടായിട്ടുള്ളത്, ഒരു ദിവസം ഇതേപോലെ ഒരു വർക്ക് ഫിക്സ് ചെയ്ത്
അപ്പൊ തലേന്ന് ഫിക്സ് ചെയ്ത് വർക്കാണ്. അപ്പം തലേന്ന് വിളിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു സാറേ നാളെ വർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. അച്ഛനും അമ്മയും ആ, മോനും വേറെ സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ബോർഡ്, ഞാനും ഭാര്യയും ചെറിയ മോളും ഉള്ളത്, കുഴപ്പമില്ല ബോർഡ് ഞാനിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ്. അങ്ങനെ പെട്ടെന്ന് അവർ പോയി. അതിനുശേഷം പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ടർ വിളിച്ച് സാറേ അവർ വന്നിട്ടുണ്ട്, സാർ എന്തായാലും വരണം എന്ന് പറഞ്ഞു. ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി. പിന്നെ എപ്പോ വരിക എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഭാര്യ എന്നെ വിടുന്നേ ഇല്ല പുറത്തേക്ക്. അങ്ങനെ നിങ്ങൾ പോണ്ട, അങ്ങനെ നിങ്ങൾ പോണ്ട എന്നിട്ട് ഭാര്യ ഒരേ പ്രശ്നം. കുറെ നല്ല സ്ഥിതി അങ്ങനെ പറ്റൂല, എനിക്ക് എന്തായാലും പോകണം, ഞാൻ പറഞ്ഞു പോയതാണ്. അങ്ങനെ പറഞ്ഞ് ഭാര്യ പ്രശ്നമാക്കി. ലാസ്റ്റ് എന്താ ചെയ്തതെന്ന് അറിയാം. ഈ ബിസിനസ് അങ്ങനെ ഭാര്യയുടെ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്നതിൽ ബോണസ് 3 കൊല്ലം ഗൾഫിൽ പോകുന്നതായിട്ട് കൂട്ടിക്കൊള്ളുക പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എതിർക്കുന്ന സമയത്ത് നമ്മൾ ആ രീതിയിൽ ബിസിനസ് കണ്ടത്. അങ്ങനെ ഭാര്യനെ ആ സമയത്ത് ഭാര്യ വിടാത്തത് കൊണ്ട് അച്ഛനമ്മേന് പോയിട്ടുള്ളത്, ഭാര്യനെ ഉള്ളിലിട്ട് പൂട്ടിയിട്ട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് ഞാൻ ബിസിനസ്സിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം ബിസിനസ് എന്താണ്. നമുക്ക് അത്രയും വലിയൊരു പാസീവ് ഇൻകം കിട്ടേണ്ട ബിസിനസ് ആണ്. അതിന് കുറെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. എന്റെ അച്ഛനും അമ്മയും വിളിച്ച് എന്നെ കുറെ ചീത്ത പറഞ്ഞു, നീ എന്തെന്നാ കളിക്കുന്നത്, എന്താ സ്ഥിതി, കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഭാര്യന്റെ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയാലോ, അവർ അങ്ങനെ ഡയറക്റ്റ് പറയില്ല. അങ്ങനെ ബിസിനസ്സിൽ സീരിയസ് ആയിട്ട് ചെയ്ത ആൾക്കാരാണ് നമ്മൾ. ഇതുപോലെ കുറെ പരീക്ഷണങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേപോലെ മുമ്പ് മുതലേ, ആദ്യത്തെ വർക്ക് മുതലേ, കല്യാണം കഴിച്ചത് മുതലേ, ഒരു ദിവസം ഭാര്യ വീട്ടിൽ, ഒരു ദിവസം എന്റെ വീട്ടിൽ എന്ന നിലയിലാണ് ഞാൻ മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 4 വർഷം മുമ്പ് ഇതേപോലെ ഓണെല്ലാം ഫിക്സ് ആക്കി എല്ലാം കറക്റ്റ് ഇതാക്കി, നാളെ രാവിലെ ഭാര്യ വീട്ടിൽ വരുന്നതെന്ന് പറയുന്ന സമയത്ത് എല്ലാം കൺഫേം ആക്കിയ സമയത്ത് അതാ തലേന്ന് രാത്രി ഒരു കോഡ് വരുന്നു കർണാടകത്തിൽ നിന്ന്, സാറേ നമുക്ക് നാളെ അർജന്റായിട്ട് അത് മളവള്ളി വരെ പോകണം, ഒരു നല്ലൊരു നെറ്റ്വർക്ക് ലീഡർ ഉണ്ട്, അവരിപ്പോ ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് പോയി കണ്ടാൽ നമുക്ക് ശരിയാവും, സാറ് വന്നാൽ റെഡിയാവും എന്നുള്ള പറഞ്ഞ് നാളേക്ക് എല്ലാം റെഡിയാക്കി. ഞാൻ പറഞ്ഞു നമുക്ക് പൈസയെല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ ആ പൈസ ഒരു മതിയാവാത്തോണ്ട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മോളിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ നേരെ താഴെ ഇറങ്ങി വൈഫിനോട് പറഞ്ഞ് നാളെ ഇങ്ങനെ ഓണാണ്, പണെല്ലാം റെഡിയായി നിന്നത്, ഒന്നാമത് കുറെ പ്രശ്നമുള്ള സമയത്ത് അത് ഇങ്ങനെ നാളെ എന്തായാലും പറ്റില്ല പോകണം എന്ന് പറഞ്ഞു. നമുക്കറിയാലോ വാതിലിന് തൊട്ട് കുട്ടി കിടക്കുന്നത്, ഫുള്ള് പ്രശ്നം പെട്ടുന്നു. നോക്കുമ്പോ അച്ഛനും അമ്മയും പറഞ്ഞു നീ എന്തായി കളിച്ചു കൂട്ടുന്നത്, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് പ്രശ്നമാക്കി. പക്ഷെ എന്താ, നമ്മൾ ബിസിനസ്സിനാണ് പ്രയോറിറ്റി കൊടുത്തത്. അങ്ങനെ ഓണത്തിന്റെ അന്ന് ഭാര്യ, ഞാനൊന്നുമില്ല, അപ്പൊ ഞാൻ എന്റെ ഭാര്യന്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞ് ഇതാ നാളെ എനിക്ക് വരാൻ പറ്റൂല, ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. ഭാര്യന്റെ അമ്മക്ക് എനിക്ക് അന്നേരം ചൂടാന്ന് അറിയുന്നത് കൊണ്ട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ സമയത്ത് ഓണത്തിന്റെ അന്ന് വളവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ വീട്ടിൽ നിന്ന് 6 മണിക്കൂർ ഓട്ടം ഉണ്ട്. അവിടുന്ന് കോടിക്കുപ്പയിലേക്ക് വീട്ടിൽ നിന്ന് 3 മണിക്കൂർ, മൈസൂരേക്ക് 2 മണിക്കൂർ, വളവള്ളിയിലേക്ക് 1 മണിക്കൂർ. ആ സമയത്ത് ഓണത്തിന്റെ അന്ന് രാവിലെ 2 മണിക്ക് എണീച്ച്, പിന്നെ ഇസ്ത്രി ഇട്ടേരോ വാതിൽ തുറക്കോ ഇല്ല, 2 മണിക്ക് എണീച്ച് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് 9 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അന്ന് കർണാടകത്തിൽ ടീം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലീഡേഴ്സ് അന്ന് പോയി 9 മണിക്ക് വരെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തത്. അന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാനൊന്നുമില്ല, റിസൾട്ട് കിട്ടിയ ആൾക്കാരില്ല, കേരളത്തിൽ ഓഫീസുകളില്ല. എന്നാൽ പോലും ഈ ബിസിനസിന്റെ ആ പ്രയോറിറ്റി അത് കണ്ട് ബിസിനസ് ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങൾ മുമ്പ് സംസാരിക്കുമ്പോൾ കേരളത്തിലും കർണാടകത്തിലും ഒരു 35 കോടിക്ക് മുകളിലിട്ടാണ് ഒരു ടോട്ടൽ ടീം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ എന്നുള്ളതാണ്. അതേപോലെ ഞാൻ ഈ ബിസിനസ്സിലൂടെ 35 കോടിന്റെ ബിസിനസ് ടോട്ടൽ ടീം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ബിസിനസ്സിലൂടെ സീറോന്ന് തുടങ്ങി ആദ്യം ഒരു 6 ലക്ഷത്തിന്റെ കാറാണ് ബിസിനസ്സിലൂടെ എടുത്തത്. അത് ഇന്ന് ഞാൻ 20 ലക്ഷത്തിനുള്ള ടാറ്റ ഹെറിയറിലെ കാറിലാണ് സഞ്ചരിക്കുന്നത്. എന്റെ ഫാമിലിയിലെ ഏറ്റവും വില കൂടിയ കാറാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ ബിസിനസ്സിലൂടെ ഞാൻ 2,10,000 വാങ്ങിയത് മാത്രമല്ല, എന്റെ ടീമിൽ 17ഓളം ആൾക്കാർ ആഴ്ചക്ക് 2,10,000 വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫോറിൻ ട്രിപ്പ്, മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ അടുത്ത് നമ്മൾ ടീമായിട്ട് നമ്മളിപ്പോ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു വർഷത്തിനടുത്തായിട്ട് നമ്മളിപ്പോ ഒന്ന് തായ്ലൻഡിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങളുള്ള ആളാണ്. അപ്പം ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്, എന്റെ ഇതൊരു അച്ചീവ്മെന്റ് അല്ല, എന്നാലും നമ്മൾ ഈ പൈസ കൊണ്ട് അതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. എന്റെ അനിയൻ വീടിന്റെ പണിയെടുക്കുന്നുണ്ട്, അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പെങ്ങള് വീടെടുത്തിട്ട് അവർക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വീട് 36 ലക്ഷം രൂപ കൊടുത്ത് മുഴപ്പിലങ്ങാട് ടൗണിൽ തന്നെ ഒരു റോഡ് സൈഡിൽ തന്നെ ഒരു വീട് 36 ലക്ഷം കൊടുത്ത് എന്റെ പേരിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള അച്ചീവ്മെന്റിൽ ഈ ബിസിനസ്സിലൂടെ നേടാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത വലിയൊരു സ്ഥലം എടുക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യം. ഒരു കണ്ണായ സ്ഥലത്ത് അടുത്ത കാറ് ഒരു ബെൻസ്, 1 കോടി ബെൻസ് ആണ് എന്റെ മുകളിലുള്ള ബെൻസാണ് എന്റെ ടാർഗറ്റ്. വീട് എങ്ങനെ പോലെ ഒരു 3 കോടി മുകളിലുള്ള വീട് വേണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ ബിസിനസ്, പണത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് അതിനുശേഷം ആ ഒരു സെറ്റപ്പ് ആയതിനു ശേഷം ഒരു വൃദ്ധസദനം തുടങ്ങണമെന്നുണ്ട്. അതേപോലെ വലിയൊരു ആയുർവേദ വെൽനസ് ഹോസ്പിറ്റൽ തുടങ്ങണം, കുറെയൊക്കെ ഫ്രീ ചികിത്സ കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ കോടികളുടെ ആവശ്യങ്ങൾ എനിക്കുണ്ട്. 100% ഈ ബിസിനസ്സിലൂടെ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള 100% വിശ്വാസമുണ്ട്. ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. ഇതിനെപ്പറ്റി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മളുടെ എഫേർട്ട് കൊണ്ട് ആ ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്കറിയാലോ അല്ലെ, മുഖ്യമന്ത്രി പോലും ഔദ്യോഗികമായിട്ട് നമ്മളെ ഈ ഒരു പ്രഖ്യാപനത്തെ കഴിഞ്ഞ ഫെബ്രുവരി 19 ഡയറക്ട് സെല്ലിംഗ് എന്നാണ് ജനങ്ങൾക്ക് അറിയാത്ത സമയത്ത്, പോസിറ്റീവായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത സമയത്ത്, നമ്മളൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയില്ല, എലമെന്റ്സ് എന്താണെന്ന് അറിയില്ല, ഓൺ ആൻഡ് ഓൺ എന്താണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. നമ്മളവിടെ എന്തൊക്കെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യണോ അന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്രൊഡക്റ്റിനെ പറ്റി നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻകം പ്ലാൻ എന്ന് പറയുന്ന സമയത്ത്, പ്രൊഡക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ എത്രയോ ബുദ്ധിമുട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇൻകം പ്ലാൻ പറയുന്ന സമയത്ത് നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാനുള്ള ആൾക്കാരോ അതുമായിട്ട് വന്ന അച്ചീവേഴ്സിന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓഫീസുകൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇപ്പൊ എലമെന്റ്സിനെ പറ്റി, ഓണാറ്റിനെ പറ്റി, പ്രൊഡക്റ്റിനെ പറ്റി ഏകദേശം ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു സമയത്താണ് നിങ്ങൾ, ശരിയല്ലേ? ഇത് അച്ചീവേഴ്സിനെ കൊണ്ട് നമുക്കറിയാം, അച്ചീവേഴ്സ് നിങ്ങൾക്ക് അറിയാം അല്ലെ, എത്രയോ ആൾക്കാർ നിങ്ങൾ ചുറ്റുവട്ടത്തോ അത്രയും അച്ചീവേഴ്സിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയത്താണ് നമ്മളുള്ളത്. അതേപോലെ നമ്മൾ ഓഫീസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓൾ ഓവർ ഇന്ത്യയിൽ ഓഫീസുകളുള്ള സമയത്ത് അന്ന് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നിങ്ങളുടെ, അറിയാലോ. അപ്പൊ നിങ്ങൾ വേറൊന്നുമില്ല, ഇവിടെ ഇതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ്. നിങ്ങൾ എല്ലാവരും നമ്മൾ പാർട്ട്നേഴ്സ് ആണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യുന്ന ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്യാനും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണ്. 100% വിജയിക്കുന്ന ഒരു ബിസിനസ് ആയത്. ഈ ബിസിനസ്സിനനുസരിച്ച് പഠിക്കാനും ഈ ബിസിനസ്സിനനുസരിച്ച് മാറാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ബാക്കിയുള്ള ടീമിന്റെ സപ്പോർട്ടോടുകൂടി വിജയിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. നിങ്ങളിവിടെ 100% ബ്ലൈൻഡ് ആയിട്ട് വേറെ ഒരു ചിന്തയും ഇല്ലാണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് ബേസിക് ആയിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് കല്ലും മുള്ളും അല്ലെ നിറഞ്ഞ വഴിയായിരുന്നു. അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എത്രയോ കാടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഓരോ ഘട്ടങ്ങൾ നമ്മളെ ലീഡേഴ്സ് കടന്നു പോയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഒരു സ്മൂത്ത് ആയിട്ടുള്ള റൂട്ട് ഉണ്ട് എന്നുള്ളതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സ് പറയുന്ന റൂട്ടിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് കൃത്യമായിട്ട് സഞ്ചരിച്ചാൽ മതി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഒരു ബേസ് എന്നുള്ളത് നമുക്കറിയാം, ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെ, നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 4 ടയറിനും കറക്റ്റായിട്ട് കാറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആ 4 ടയറിൽ കാറ്റ് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഇവിടെ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് വെട്ടിത്തെളിച്ച വഴിയിലൂടെ കൃത്യമായിട്ട് നിങ്ങൾ സഞ്ചരിച്ചാൽ മതി. അങ്ങനെ സഞ്ചരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 ടയറിനെ പറ്റി മാത്രം ഞാൻ സംസാരിക്കാൻ, ഓൺലൈൻ പ്രോഗ്രാമാണ്, കൂടുതൽ സംസാരിക്കേണ്ട സ്പേസ് ഇല്ല. 45 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ആ 4 ടയറിന് കൃത്യമായിട്ട് കാറ്റടിച്ചിട്ട് നിങ്ങൾ സഞ്ചരിച്ചാൽ നമ്മൾ എത്തിയ ലക്ഷ്യത്തിലേക്ക്, ആഴ്ചക്ക് 2,10,000 എന്നുള്ള ഫിഗറിലേക്ക്, പാസീവ് ഇൻകം വാങ്ങുന്ന ഫിഗറിലേക്ക് 100% നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. ഒന്നാമത്തെ ടയറാണ് നമ്മുടെ റീറ്റെയിൽ എന്നുള്ളത് അല്ലെ. ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ കിട്ടിയ പ്രൊഡക്റ്റിന്റെ വാല്യൂ, ആ മൂല്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ വ്യക്തികളും നമ്മൾ ഈ ബിസിനസ്സിലെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുക എന്നുള്ളത്, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ഉൽപ്പന്നങ്ങൾ നമ്മളെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കാൻ തയ്യാറായാൽ പോലും ആ വീട്ടിൽ എത്രയോ ഒരു സാമ്പത്തിക ലാഭം, അവർ ഹോസ്പിറ്റലിൽ പോകുന്ന കേസ് ഒരു കഫനിൽ ഒരു വീട്ടിൽ കൊടുത്തോ, അവർക്ക് ഇത് കോൺഫിഡൻസ് വന്നോ, അവർക്ക് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടോ, അവർ ആ ഒരു ഫാമിലിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ടുന്ന ചെലവ് വളരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവുന്നുള്ളത്. ഒരു പേസ്റ്റ് കൊടുത്താൽ, ഒരു സോപ്പ് കൊടുത്താൽ, ഒരു നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ, ആ രീതിയിലുള്ള ഒരു മാറ്റം അവർ ഫാമിലിയിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഓരോ വീട്ടിലേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള എന്താ പറയാ നഷ്ടപ്പെടുന്ന ഹോസ്പിറ്റലിലേക്ക് ചെലവഴിക്കുന്ന ആ എമൗണ്ട് കുറക്കാനുള്ള, അവരുടെ ആരോഗ്യത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ഉൽപ്പന്നങ്ങളെ നമ്മുടെ കയ്യിലുള്ളത്. ഓരോ വ്യക്തികൾക്കും ഉൽപ്പന്നങ്ങൾ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, ആ റെസ്പോൺസിബിലിറ്റി, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ഉൽപ്പന്നങ്ങൾ കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ റീറ്റെയിലിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ബിസിനസ്സിൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നമുക്കറിയാം നമ്മളിത് നമ്മൾ കുറെ ആൾക്കാരെ കൈകാര്യം ചെയ്യേണ്ട ബിസിനസ്സാണ് ഇത്, മാനേജ്മെന്റ് ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾ റീറ്റെയിലിലേക്ക് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത്, അവരുമായിട്ട് നിങ്ങൾ സംവദിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും. ഇതൊരു മാനേജ്മെന്റ് ബിസിനസ്സാണ്. നമുക്കറിയാം BMW വിൽക്കുന്നവർക്ക്, ബെൻസ് വിൽക്കുന്നവർക്ക് 50,000 ഒരു സാലറി ഉണ്ട്. സോപ്പും പേസ്റ്റും വെക്കുന്ന നമുക്ക് ആഴ്ചക്ക് 2,10,000 ഉണ്ട്. ശരിയല്ലേ?
അപ്പൊ നമ്മൾ മാനേജ്മെന്റ് ബിസിനസ് ആണ്. നിങ്ങൾ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് കുറെ വ്യക്തികളെ കണ്ട് അവരോട് സംവദിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും, നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഓരോ വ്യക്തികളും നമ്മുടെ മാക്സിമം ആളുകളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് റീറ്റെയിൽ സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ആവുക. റീറ്റെയിൽ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ടീമിനെ കൂടി ചെയ്യിക്കാൻ പറ്റും, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടാവും. അപ്പൊ ആദ്യത്തെ ടയറിൽ കൃത്യമായിട്ട് കാറ്റടിച്ച് ഇവിടെയുള്ള ഓരോ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സും നിങ്ങൾ റീറ്റെയിൽ ചെയ്യാന്നുള്ള സ്കില്ല് നിങ്ങൾ ഉപയോഗിക്കും. കുറച്ച് നെഗറ്റീവ് കേൾക്കട്ടെ, വേറെ പല മേഖലയിലും എന്തെല്ലാം സഹിക്കാനുണ്ട്, എന്തെല്ലാം അഡ്ജസ്റ്റ് ആക്കാനുണ്ട്, ജീവിതകാലം മുഴുവൻ ചെയ്യാനുണ്ട്. സ്റ്റാർട്ടിങ് സമയത്ത് കുറച്ച് നെഗറ്റീവിൽ അതൊരു നമ്മുടെ സ്പിരിറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മാക്സിമം റീറ്റെയിൽ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കുക. ആ രീതിയിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ ഓരോ വീട്ടിൽ കയറുന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ വീട്ടുകാർക്ക് അത്രയും നല്ലൊരു ഒരു ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഒരാളാണ്, അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ആളാണ്, ലൈഫിൽ ഒരിക്കലും സക്സസ് ആവാത്ത ആ വ്യക്തികൾക്ക് അത്രയും നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള നമ്മുടെ ബോധ്യത്തോടു കൂടി മാക്സിമം റീറ്റെയിൽ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുക. ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് എന്തുകൊണ്ട്, ഞാൻ ആ സമയത്ത് എന്നോട് സംസാരിച്ച സമയത്ത് ബിസിനസ് വേണ്ട, ആകൂല, ആ വാങ്ങിയ 4 ഉൽപ്പന്നങ്ങൾ, അതിലുള്ള റിസൾട്ട്, അതിലുള്ള റീറ്റെയിൽ പ്രോഫിറ്റ്, അത് കൊണ്ടുകൊണ്ട് ഞാൻ ബിസിനസ് വന്നത്. എന്നെ 4.5 മാസം അവരതിനേഷം ഫോളോ അപ്പ് ചെയ്ത്, അന്ന് എന്നെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത ഒറ്റ കാരണം കൊണ്ട് സന്ധ്യ മാഡത്തിന്റെ ഓരോ ഓർഗനൈസേഷനിൽ നിന്ന് 35 കോടി കൂടുതൽ ബിസിനസ് ഉണ്ടാക്കി. ഒരു വ്യക്തി ബിസിനസ്സിൽ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ നിങ്ങൾ ഓരോ വീട്ടിലും റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോധ്യത്തോടു കൂടി ശക്തമായിട്ടുള്ള ഇടപെടലുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് നിങ്ങൾ നമ്മുടെ റൂട്ടിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ ആദ്യത്തെ ടയർ നിങ്ങൾ കാറ്റ് ഫില്ല് ചെയ്യുക, നല്ല ഉഷാറായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ ടയർ റീപർച്ചേസ് ആണ്. നമുക്കറിയാം ഈ ഇതൊരു ബിസിനസ് ആണ് അല്ലെ. ബിസിനസ് നമുക്കറിയാം, ഏതൊരു കച്ചവടമാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ട് അല്ലെ, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവിടെ വെച്ചുകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ബിസിനസ് ചെയ്തത്. പല വ്യക്തികൾ ഈ ബിസിനസ് വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? അവര് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന, അത് ചെയ്യുന്നത് ഓക്കെ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പരാജയമില്ല, വിട്ടുപോകുന്നുണ്ടാവും ആൾക്കാർ. അപ്പൊ നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ ചെറിയ രീതിയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് കുറെ നെഗറ്റീവുകൾ നമ്മൾ കേൾക്കാം അല്ലെ. നമ്മളെ വേട്ടപ്പെട്ടവർ കുറെ കാര്യങ്ങൾ പറയാം, നമ്മുടെ മനസ്സ് തളരുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഈ ബിസിനസ്സിൽ എന്റെ കൂടെയുള്ള പല വ്യക്തികൾ എന്ന ബിസിനസ് സ്റ്റിക്ക് ഓൺ ആയത് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുള്ള മറ്റേ കാരണം കൊണ്ടാണ്. ഒരു പെട്ടിക്കട തുടങ്ങാൻ നിങ്ങൾക്ക് എത്ര പൈസ വേണം? ഒരു പെട്ടിക്കട തുടങ്ങാൻ എത്ര പൈസ വേണം അല്ലെ? എന്താ അവിടെ ലാഭം കിട്ടുക? ആഴ്ചക്ക് 2,10,000 ആക്കേണ്ട ബിസിനസ്. ഈ ബിസിനസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി കുറെ നെഗറ്റീവ് ആയിട്ട് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികളും ഒരു മിനിമം നിങ്ങളെ ലീഡർ പറയുന്ന ഒരു പർച്ചേസ്, ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു പർച്ചേസ്, ഒരു റീപർച്ചേസ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുക, വിട്ടുപോകാതിരിക്കാൻ. സ്വാഭാവികമായിട്ട് എന്റെ കൂടെ വന്ന പല വ്യക്തികൾ, അച്ചീവർ ആയിട്ടുള്ള വ്യക്തികൾ എന്തുകൊണ്ട് വിട്ടുപോയില്ല? അവർ ആ സമയത്ത് ചെയ്ത് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ്, ഉൽപ്പന്നങ്ങൾ വിട്ടു തീർക്കണ്ടേ, അതിന് നമ്മൾ സപ്പോർട്ട് വേണ്ടേ? അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇതിൽ സ്റ്റാർട്ടിങ്ങിലുള്ള പല വ്യക്തികൾ ബിസിനസ് സ്റ്റിക്ക് ഓൺ ആയിട്ടുള്ളത്. എന്റെ കൂടെ പല വ്യക്തികൾ, അത്രയും എന്നെക്കാട്ട് കഴിവുള്ള, നമ്മുടെ ടീമിലെ പല ലീഡേഴ്സിനെക്കാട്ടും കഴിവുള്ള വ്യക്തികൾ വന്നിട്ടുണ്ട്. അവര് ചെറിയ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ന് ബിസിനസ്സിൽ ഇല്ല. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പരാജയമില്ല, വിട്ടുപോകാൻ പല കാരണങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തുടങ്ങാത്ത, പോസിറ്റീവ് ആവാത്ത സമയത്ത് ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പിലുള്ള എന്റെ എല്ലാ പ്രിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ഞാൻ പറയേണ്ടത്, മിനിമം സ്റ്റോക്ക്, ഒരു പർച്ചേസ്, നിങ്ങളെ ലീഡർ പറയുന്ന ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിങ് സമയത്തേക്ക് വിട്ടുപോകാനുള്ള ആ ഒരു അവസരം നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആ രീതി ശ്രദ്ധിക്കുക. എല്ലാവരും ഒരു നല്ല രീതിയിൽ റീപർച്ചേസ് അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്, അതിൽ പ്രോഫിറ്റ് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അത് കണ്ടിന്യൂസ് ഒരു ഘട്ടം വരെ, നിങ്ങളുടെ ലീഡർഷിപ്പിലേക്ക് എത്തുന്ന ഒരു ഘട്ടം വരെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇറങ്ങിക്കോളും. പ്രൊഡക്റ്റ് കയ്യിലുണ്ടെങ്കിൽ, ഒരു ബൾക്ക് സ്റ്റോക്ക് ഉണ്ട്, ഒരു ഹോം ഷോപ്പിൽ പർച്ചേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളെ പ്രഷർ ചെയ്യുന്നുണ്ടാവും. ഇതൊരു ബോസ് ഇല്ലാത്ത ബിസിനസ്സാണ്. സ്വാഭാവികമായിട്ട് ബിസിനസിന്റെ പ്രത്യേകത കൊണ്ട് കുറച്ച് മടി വരാം, കുറച്ച് അലസത വരാം. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി അങ്ങനെ പർച്ചേസ്, നിങ്ങൾ വീട്ടിൽ നിന്നുള്ള കുറച്ച് പ്രഷർ ഉണ്ടാവാം. സ്വാഭാവികം നിങ്ങൾ ഇല്ലാത്ത എമൗണ്ട് ആണെങ്കിൽ, ഞാനീ ബിസിനസ്സിൽ ചെയ്യുന്ന സമയത്ത് ഒരു 25,000 പർച്ചേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളുടെ 50,000 പർച്ചേസ് ചെയ്യാൻ പറയും. എന്തുകൊണ്ടാണ്? ഉള്ള കൈമലുള്ള 25,000 പർച്ചേസ് ചെയ്താൽ അവർക്ക് വലിയൊരു പ്രശ്നമൊന്നും ആയിട്ട് തോന്നൂല. പക്ഷെ ഇല്ലാത്ത 25,000 കൂട്ടി 50,000 പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അവർക്ക് പ്രഷർ വരുന്നുണ്ടാവും. ആ ഒരു പ്രഷറാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പം ആ ഒരു പ്രഷറിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ ടീമിന്റെ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് ലീഡർ പറയുന്നത്, നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർ പറയുന്ന ആ രീതിയിലൊന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ആ ടീമിന്റെ കൂടെ. അപ്പൊ രണ്ടാമത്തെ ടയർ നിങ്ങൾ കാറ്റടിച്ചിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുക. അതേപോലെ അടുത്തത് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഓരോ വ്യക്തികളും ഈ ബിസിനസ് ആവശ്യമുള്ള ആളാണ്.
നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഓട്ടോ ഡ്രൈവറെ നോക്ക്, അവരവസ്ഥ എന്താ? അവർ ജീവിതത്തിൽ സക്സസ് ആവുമോ? നിങ്ങളെ കൂടെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവർ ലൈഫിൽ സക്സസ് ആവുമോ? ഒരിക്കലും സക്സസ് ആവാത്ത മേഖലയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ 100% സക്സസ് ആവുന്ന പ്യുവർ ബിസിനസ്സിൽ നമ്മളുണ്ട്. ഈ അവസരം നമ്മുടെ കൂടെ ഓരോ വ്യക്തികളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും നിങ്ങൾ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ വേണ്ടപ്പെട്ട എല്ലാവരും ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഏറ്റവും വേണ്ടപ്പെട്ട ഈ ബിസിനസിന്റെ പ്രത്യേകത അറിയോ? ഈ ബിസിനസ് നമ്മൾ അനുഭവത്തിന് വിളിച്ചത് പറയുന്നതാണ്. അത്ര പ്യൂർ ബിസിനസ് ആണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായാല് ഈ ബിസിനസ് നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ എത്രയും പെട്ടെന്ന് പറയാനുള്ള അവർ മടിയൊന്നും വേണ്ട. ആഴ്ചക്ക് 2,10,000 വാങ്ങുന്ന, ഒരു മാസം 8,40,000 വാങ്ങുന്ന ഒരാൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ വേറെ ഒരു വിധിയും വേണ്ട. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഓരോ വ്യക്തികളോടും അവർ വന്നോ ഇല്ലെന്ന് വ്യക്തികളോട് ഈ ബിസിനസ് പറയേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ അത്ര പ്യുവർ ബിസിനസ്. രണ്ടാമത്തെ കാര്യം, ഈ ബിസിനസിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ, വേറെ ആരെങ്കിലും വഴി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബിസിനസിന്റെ സിസ്റ്റത്തിന്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ എഫേർട്ട് കൊണ്ടല്ല പുതിയൊരു വ്യക്തി ബിസിനസ്സിൽ വിജയിക്കുന്നത്, ടീമിന്റെ എഫേർട്ട് കൊണ്ടാണ്. ടീമിന്റെ എഫേർട്ട് കൊണ്ട് നിങ്ങൾ സക്സസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോസ് നിങ്ങൾ സ്റ്റാറ്റസ് ആയി വരുന്ന സമയത്ത് ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല എങ്കിൽ, വേറൊരു വ്യക്തി ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ബിസിനസ് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാകും. എന്തുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല? ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആ വ്യക്തിയായിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് ആ ഒരു തോന്നലുണ്ടാകാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയോട് നിങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ, അവരൊരു പ്രോഗ്രാമിൽ വേറെ ഒരാൾ വിളിച്ച് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ആ പ്രോഗ്രാമിൽ നിന്ന് പ്യുവർ ബിസിനസ് 2,10,000 വാങ്ങുന്ന ഇത്രയും ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലോ, എന്തോ ഒരു അസൂയ കൊണ്ടാണ് എന്നോട് ആ വ്യക്തി ഈ ബിസിനസ് പറയാത്തതെന്ന് പോലും തോന്നിപ്പോകും. ശരിയല്ലേ? നിങ്ങൾ ഈ ബിസിനസ് നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാളോട് പറയുന്നില്ല, അവര് വേറെ ആരെങ്കിലും വഴി ബിസിനസ് കേട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവരെന്താ വിചാരിക്കുക? ഇത്രയും നല്ല ബിസിനസ് ആയിട്ട് എന്തോ ഒരു അസൂയുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല, ആ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരും ആവശ്യക്കാരാണെന്ന ബോധ്യത്തോടു കൂടി ഒരാളെ പോലും ഒഴിവാക്കാണ്ട്, നിങ്ങളുടെ ഫാമിലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ പോലും ഒഴിവാക്കാണ്ട് ഈ ബിസിനസ് പറയാൻ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. ഇപ്പൊ റിക്രൂട്ട്മെന്റ് ആ രീതിയിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഒരാളെ പോലും ഒഴിവാക്കാണ്ട്, ചെയ്യലോ ഇല്ലാതെ അവരിഷ്ടം, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ആ രീതിയിൽ മാക്സിമം നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ അവരുടെ ഫാമിലിക്ക് ആരോഗ്യം കൊടുക്കുക, അവരുടെ ഫാമിലിക്ക് ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടി മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഒരു വീട്ടിൽ പോയാൽ സ്വാഭാവികമായിട്ട് ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്ന സമയത്ത് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാകാം, അല്ലെ? കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, വേണ്ടാന്ന് പറയാം. പക്ഷെ നിങ്ങൾ അവിടെ ഇങ്ങനെ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളത്. ഒരു വ്യക്തിയോട് നിങ്ങൾ ബിസിനസ് പറയാൻ തയ്യാറാണ്, നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങളൊന്ന് റെസ്പോൺസിബിലിറ്റി, ആ വ്യക്തി വീടുകളിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ലക്ഷണങ്ങൾ കിട്ടാണ്ട് ഈ ബിസിനസ് ആ വ്യക്തി വേണ്ട എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അവിടെ പോയി കണ്ട് സംസാരിച്ചത് കൊണ്ട് ആ മനസ്സിലാകാന്നുള്ള ബോധ്യത്തോടു കൂടി മാക്സിമം എഫേർട്ട് ഇടുക. ആ എഫേർട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾ സ്കിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും. എങ്ങനെ ഒരാളെ റിക്രൂട്ട്മെന്റ് ആ സ്കിൽ ഇമ്പ്രൂവ് ആവുന്നത്? അപ്പൊ ആ ഒരു രീതിയിൽ ഓരോ വ്യക്തികളോട് ബിസിനസ് പറയാനോ മാക്സിമം റിക്രൂട്ട്മെന്റ് എടുക്കാനുള്ള ഒരു എഫേർട്ട് നിങ്ങൾ ഇടുക. അത് നമ്മുടെ ഉത്തരവാദിത്തം. ആ രീതിയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ മൂന്നാമത്തെ ടയറും ഫില്ല് ചെയ്യുക. അടുത്തത് റീറ്റെയിൻ ആണ്. ഈ ബിസിനസിന്റെ പ്രത്യേകത കൊണ്ട് നിങ്ങളെ കൂടെ മാക്സിമം ആൾക്കാർ ബിസിനസ്സിൽ കടന്നു വരുന്നുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ നമുക്കറിയാം, വിജയിച്ച ഓരോ വ്യക്തികളെയും നിങ്ങൾ നോക്കുക. ഓരോ വ്യക്തികളും നിങ്ങൾക്ക് അറിയാലോ, വളരെ സാധാരണക്കാരനായിട്ടുള്ള, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തത്, ഒരു സ്കില്ലും ഇല്ലാത്തത്, ഒരു തരത്തിലുള്ള കഴിവില്ലാത്ത വ്യക്തികൾ ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുണ്ട്. എന്നാൽ ഈ ബിസിനസ്സിന് പല വ്യക്തികൾ എത്രയോ കഴിവുള്ള, എത്രയും സാമ്പത്തിക ഭദ്രതയുള്ള എത്രയോ ഇതിലാണ് വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ ഉത്തരവാദിത്തം എന്താ? നിങ്ങൾ അവരെ നിങ്ങളെ കൂടെ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ബിസിനസ് പറഞ്ഞിട്ട് ആ വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് വേണമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഈ ബിസിനസിന്റെ പ്രത്യേകത കൊണ്ട് അവർ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അവർ ഇഷ്ടപ്പെട്ട ആൾ പറയും, അവർ എതിർക്കുമ്പോൾ അവർ വിട്ടുപോകുന്നുണ്ട്. വീട്ടിലെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ അവർ വിട്ടുപോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ സിസ്റ്റം അവരെ നിലനിർത്തുക എന്നുള്ള പ്രോഗ്രാമിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടും കൊണ്ട് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വീട്ടിൽ പോയിട്ട് ബിസിനസ് കൊടുത്ത സമയത്ത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളോട് നമ്മൾ കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് അവർ തന്ന 5,000, അവർ തന്ന 10,000 അവർ ഈ ബിസിനസ്സിൽ സക്സസ് ആവണം എന്നുള്ളതിലാണ്. പക്ഷെ അവർ വിജയിക്കണമെങ്കിൽ ഈ സിസ്റ്റത്തിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഈ അവരെ നിലനിർത്താൻ വേണ്ടി ഈ സിസ്റ്റം, നമ്മുടെ ടീം എന്താണ് അവർ, ആ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ്, അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട്. ഒരു പ്രോഗ്രാം, GTS പ്രോഗ്രാമിൽ നിങ്ങൾ വർക്ക് കൊടുത്തവരെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആളെ നിങ്ങൾ വിളിക്കുക മാക്സിമം. പക്ഷെ അവർ പ്രോഗ്രാമിൽ പങ്കെടുക്കുവോ? ഇല്ല, ചിലപ്പോൾ പങ്കെടുക്കൂല. നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന രീതിയിൽ ഇടപെടും. ഇതാണ് നമ്മുടെ വർക്ക്. അപ്പൊ അങ്ങനെ നമ്മുടെ കൂടെ വന്ന ഓരോ വ്യക്തികളെയും നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുക. ആ രീതിയിൽ എഫേർട്ട് നിങ്ങൾ ഇടുക, ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പൊ ഈ 4 ടയറിലെ കാറ്റടിച്ചുകൊണ്ട്
4 ടയറിൽ കാറ്റടിച്ചുകൊണ്ട് നമ്മുടെ ലീഡേഴ്സ് നേടിയ വിജയങ്ങൾ നേടാനുള്ള ഒരു വഴി നമുക്കുണ്ട്. ആ 4 ടയറിൽ കാറ്റ് ഫില്ല് ചെയ്തുകൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ആ രീതിയിലാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. ഓക്കെ, കൂടുതൽ സംസാരിക്കുന്നില്ല. ആ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഇവിടെ ഒരു ദീർഘവീക്ഷണം വേണം. ഇതൊരു ബിസിനസ്സാണ്. ആ ദീർഘവീക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താല് അവർക്ക് പ്രോഫിറ്റ് കിട്ടേ, അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാൻ ഡെയിലി 500 രൂപ ലാഭം എടുത്താൽ പോലും ഒരു 3 വർഷത്തിനുമുള്ള അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കിട്ടെ, പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കിട്ടെ. അതിനുശേഷം പ്രോഫിറ്റ്. ഒരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഡെയിലി 5000 രൂപ വെച്ചാൽ പോലും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കിട്ടാൻ 3 വർഷത്തിന് മുകളിൽ എടുക്കും. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി, ആ ഒരു ബിസിനസ് മൈൻഡ് സെറ്റോട്, ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത വൈകുന്നുണ്ട്, ഒരു ബിസിനസ് മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ഈ സമയത്ത് പഠിക്കാനുള്ള മനസ്സോട് കൂടി, ഒരു ബിസിനസ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്, ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മൾ സാധാരണ എല്ലാ ബിസിനസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സക്സസ് ആയിട്ടുള്ള ഓരോ വ്യക്തികളെ നിങ്ങൾ നോക്ക്. സക്സസ് ആയിട്ടുള്ള യൂസഫ് അലി സാറ്, ഏതൊരു വ്യക്തി എത്ര വർഷത്തെ എഫേർട്ടിൽ അവർ സക്സസ് ആയിട്ടുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റ്, ദീർഘവീക്ഷണത്തോടു കൂടി, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇത് ബിസിനസ് ആണ് അല്ലെ, സ്വാഭാവികമായിട്ട് ഏത് മേഖലയിൽ വിജയിച്ച ഒരു വ്യക്തിനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അവരുടെ സ്വന്തം എഫേർട്ടിൽ അല്ലെ, അവർ സ്റ്റാർട്ടിങ് വ്യത്യസ്തമായിട്ടുള്ള തീരുമാനം എടുത്ത ആള് വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. അതെങ്ങനെ അവർ വിജയിക്കുന്നത്? അവർ ചെയ്ത കാര്യം എന്നാ, അവർ വ്യത്യസ്തമായിട്ടുള്ള തീരുമാനം എടുത്ത് അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് ഒരാൾക്കും സപ്പോർട്ട് ഉണ്ടാവില്ല, എല്ലാവരും എതിർത്തിട്ടുണ്ടാവും. അങ്ങനെ അതിൽ നിന്ന് അവർ സക്സസ് ആയാൽ പോലും വലിയ അച്ചീവേഴ്സ് അതിനുശേഷം അടുത്ത റിസ്ക് എടുക്കുന്നത്, അവർ സ്വന്തം പ്രയത്നം എടുക്കുന്നത്, അങ്ങനെ ഓരോ ഘട്ടങ്ങളും സ്വന്തം എഫേർട്ട്, സ്വന്തം റിസ്ക്, സ്വന്തം വിൽ പവർ ഉപയോഗിച്ചിട്ടാണ് സക്സസ് ആയിട്ടുള്ളത്. പക്ഷെ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിന് എല്ലാ ഗൈഡ് ലൈൻസ്, ഓരോ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഒരു ബിസിനസ് മൈൻഡ് സെറ്റോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി ഒരു 3 മുതൽ 5 വർഷം നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രവർത്തിക്കാൻ തയ്യാറാണ്, ഒരു സംശയവും വേണ്ട, നിങ്ങൾ ആ രീതിയിൽ വലിയൊരു മാറ്റത്തിന്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ്ങിൽ അത്രയും എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ സമയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ അച്ചീവർ ആയതിനു ശേഷം എന്റെ ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻ നടക്കുമ്പോൾ ആദ്യം എന്നെ വിളിക്കും. എന്റെ മരുമക്കള് ആദ്യം എന്നെ വിളിക്കും, മാമ ഈ ദിവസം ഡേറ്റ് ബ്ലോക്ക് ചെയ്യണേ, ഇങ്ങനെയുണ്ട്. എന്റെ ഫാമിലിയിൽ എന്തുണ്ടെങ്കിൽ ആദ്യം എന്നോട് ചോദിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ സമയം നമ്മളിപ്പോ എന്തായി, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിവറേജിൽ ഒരു ടീമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ എന്തൊരു കാര്യം നമുക്ക് മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്തിട്ട്, ഫാമിലിയിലായിക്കോട്ടെ, നാട്ടിൽ ഉത്സവം ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളായിക്കോട്ടെ, ആ സമയം മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്കുണ്ട്. അതേപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു കാര്യം വരുന്ന സമയത്തും പണം ഒരു വിഷയമില്ലാത്ത ഒരു ഷോപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ കാര്യങ്ങൾ, നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ആ രീതിയിൽ പണം ഒരു വിഷയമില്ലാത്ത രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന രീതിയിലേക്ക്, അങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ട് വേറെ ഒരു വിഷയമില്ലാണ്ട് മാറാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം സെക്യൂരിറ്റി, നമുക്കറിയാലോ, ഞാനൊരു 1.5 വർഷം മുമ്പ് എന്റെ കാലിന് ഫ്രാക്ചർ ആയിട്ട് ഞാൻ 2 മാസം വീട്ടിൽ കിടന്നിട്ടുണ്ടായി. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സമയത്ത് ഭാര്യനെ വിളിച്ച്, അച്ഛനെ വിളിച്ച്, അമ്മേനെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു, എന്തുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്ത് നോക്ക്, ഈ ആഴ്ച വരുന്ന വരുമാനം നോക്ക്. ആ സമയത്ത് എനിക്ക് 2 ദിവസത്തിന് ശേഷം പയ്യന്നൂരിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ടായി. ആ പയ്യന്നൂരിൽ എനിക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് 2000 രൂപ ലാഭം. എനിക്ക് അതിനുശേഷം എനിക്ക് കർണാടകത്തിൽ പ്രോഗ്രാം ഉണ്ടായി, പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് 5000 ലാഭം. 2 മാസം വീട്ടിൽ കൊടുത്ത സമയം അത്രയും ലാഭമുള്ള ഒരു ബിസിനസ്. എന്റെ ഫാമിലി, എന്റെ ഭാര്യ എന്നെ കെട്ടിപ്പിടിച്ച് കരിയാ ചെയ്തവിടെ. എന്റെ അച്ഛനും അമ്മയും ആ ഒരു ഇത് ഞാൻ ആ സമയത്ത് സ്നേഹമില്ലാത്തവ എന്തിനു വേണ്ടി നിങ്ങൾ ഇതാക്കുന്നത്, എന്തിനാ ഇത് കളിക്കുന്നത്, നിങ്ങൾക്ക് എന്താ, അങ്ങനെ പറഞ്ഞ ഫാമിലിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ആ ബിസിനസ് ചെയ്തതെന്നുള്ള ആ തിരിച്ചറിവുണ്ട്. ആ സമയത്ത് അവർ കാണിച്ച സ്നേഹം, അവർ കാണിച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു വികാരം എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ എല്ലാവരും തന്നെ ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങളെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളായി മാറേണ്ടതാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഒരു അച്ചീവർ ആയി കഴിഞ്ഞാൽ ഈ വെൽനസ് ഉൽപ്പന്നങ്ങൾ കൊടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് കിട്ടും. അതിനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ടാവും. ഈ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നതെങ്കിൽ എങ്ങനെ നമ്മുടെ ഫാമിലിന്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള വലിയൊരു അവസരമുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ടൈം ഫ്രീഡം, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ വിത്ത് ഫാമിലിനെ കൊണ്ട് അവിടെ പോകാനും ടൂർ പോകാനും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് സാമ്പത്തിക, നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ പറ്റുന്ന തലമുറകളോളം നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ഫാമിലിയെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. അതിനൊക്കെ വേണ്ടി ശക്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സംശയവും വേണ്ട. ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങളെ ഫാമിലിയിലെ
ഏറ്റവും നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങളുടെ ഫാമിലിയിലെ മാത്രമല്ല, നിങ്ങളൊരു ബിസിനസ്സുകാരൻ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയിലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഒരു 3 വർഷം എല്ലാം മറന്നുകൊണ്ട് ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. നമ്മളെയൊക്കെ അനുഗ്രഹിച്ച സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മഹാരാഷ്ട്ര മാർക്കറ്റ്.